അടുക്കളയിൽ വെച്ച് പ്രിയപ്പെട്ട ഉമ്മമാർ ഓതേണ്ട ഒരു ചെറിയ സൂറത്തും പ്രാർത്ഥിക്കേണ്ട ഒരു ചെറിയ പ്രാർത്ഥനയുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക്, സഹോദരിമാർക്കാണ് കൂടുതൽ ഉപകരിക്കുന്നത്. അവരാണ് ഈ കാര്യം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ചൊല്ലേണ്ടതും. വീഡിയോ കാണുന്നവർ നിങ്ങളുടെ വീട്ടിലെ ഉമ്മമാർക്കും സഹോദരിമാർക്കുമൊക്കെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. അവരോടൊക്കെ ഇത് അവരുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പറയുകയും ചെയ്യുക. ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ കേൾക്കുക. ഒന്നാമത്തത് ദ്വാ പരിചയപ്പെടുത്തി തരാം. സ്ക്രീനിൽ കാണുന്ന ഈ ദ്വാ: അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ വത്തുക വൽ അഫാഫ വൽ ഗിന യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ വത്തുക വൽ അഫാഫ വൽ ഗിന യാ റബ്ബൽ ആലമീൻ. اللهم إني أسألك الهدى والتقى والعفاف والغنى يا رب العالمين. അള്ളാഹുവിനോട് ഹിദായത്തിനെയും തഖ്വയെയും ആരോഗ്യത്തെയും ഐശ്വര്യത്തെയും ചോദിക്കുന്ന പ്രാർത്ഥനയാണിത്. ഇത് പ്രിയപ്പെട്ട ഉമ്മമാർ അടുക്കളയിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഭക്ഷണമുണ്ടാക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുക, ആരോഗ്യം നിലനിർത്തി തരാൻ വേണ്ടി. രണ്ടാമത്തത് സൂറത്തുൽ ഖുറൈശ്. ചെറിയ സൂറത്താണ്. ലഇലാഫി ഖുറൈശ് എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് നമുക്കൊക്കെ കാണാതെ അറിയുന്ന സൂറത്താണ്. ആ സൂറത്തിനെയാണ് നിങ്ങൾ ഓതേണ്ടത്. ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുമ്പ് ആ സൂറത്തിനെ നിങ്ങൾ പാരായണം ചെയ്യുക. ഭക്ഷണത്തിലുള്ളതായിരിക്കുന്ന വിഷാംശങ്ങൾ നിർവീര്യമാകാൻ ഇത് കാരണമായി തീരും. ഭക്ഷണം കഴിച്ച ഒരാൾ ഭക്ഷണം കഴിച്ച ഉടനെ ലഇലാഫി ഖുറൈശ് ഓതിക്കഴിഞ്ഞാൽ അവൻ കഴിച്ച ഭക്ഷണത്തിന് വലിയ ബറക്കത്തും, അതുപോലെ തന്നെ ആ ഭക്ഷണത്തിൽ വല്ല വിഷാംശങ്ങളുമുണ്ടെങ്കിൽ അത് അവൻ്റെ ശരീരത്തിനേൽക്കാതെ രക്ഷപ്പെടാൻ കഴിയുമെന്നും മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ അടുക്കളയിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാർ ഈ കാര്യം ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഈ ചെറിയ വീഡിയോ ആണ്, എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. അള്ളാഹു നമ്മെ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആരോഗ്യം അള്ളാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.